ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ചില കുഞ്ഞറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇന്ന് മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു പകല, നല്ല വെയിലുണ്ട് ഇന്ന്. ഇവിടെ വെയിലാണെങ്കിലും കിളികൾക്കൊരു കുറവുമില്ല. നോക്കിക്കേ, ഈ മരം നിറയെ കിളികളാണ്. ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെളിയിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ആ മതിലേലും ഒക്കെ കിളികളാണ്. നമ്മളെന്നാ വീഡിയോ എടുക്കാമെന്ന് വെച്ച് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവറ്റകളെല്ലാം പറന്ന് പോക്കളയും. നമ്മുടെ ഡാനി ഇങ്ങനെ അവിടെ പോയി റോഡിലോട്ട് നോക്കിയിരിക്കുക. ആൾക്ക് ചൂട് സഹിക്കത്തില്ല, ഇങ്ങനെ പോയി കാറ്റ് കിട്ടുന്നിടമൊക്കെ നോക്കിയിരിക്കുക. ഡാനി, കയറി വാ, ചൂടല്ലേ അവിടെ, കയറി വാങ്ങി. ഞങ്ങൾ ഈ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറേ ഔഷധ ഗുണമുള്ള നല്ല നല്ല ഇലകളുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പറയാമെന്ന് കരുതിയ ഇന്ന്. അതിലൊന്നാണ് ഈ കാണുന്ന മുത്തുകൾ, അല്ലെങ്കിൽ കുടങ്ങലെന്നും പറയും ചിലയിടത്ത്. ഇവിടെ ഇത് ധാരാളം ഉണ്ടാകാറുണ്ട്. ഇപ്പം വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഇത് കുറവ്. ഈ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി തണുപ്പ് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇത് ധാരാളം ഉണ്ടാകും ഇവിടെ. അടുത്തതാണ് കയ്യോന്നി. ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ നല്ലതായിട്ട് പടന്ന് കിടക്കുന്ന കാണാം. ഇവിടെ ആണെങ്കിൽ നല്ല വളം ഉള്ളതുകൊണ്ട് തഴച്ച് വളരും. എണ്ണ കാച്ചാനും മുടി കറുപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇവിടുന്ന് എടുത്ത സഫീഷ്യൻ്റ് ഉണ്ട് ഇവിടെ, അതെടുത്താണ് ഞാൻ എണ്ണ കാച്ചുന്നത്. പിന്നെ മറ്റൊന്നാണ് കല്ലുരുക്കി. കല്ലുരുക്കിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാമായിരിക്കും. അതായത് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് കല്ലുരുക്കി പോകാനായിട്ട് കൊടുക്കും. അത് രാവിലെ അരച്ച് പാലിൽ കലക്കി കുടിച്ചാൽ മതി, അതിന് നല്ല സൗഖ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വേണ്ട ഇത് പിന്നൊന്നാണ് ഈ മല്ലിയില, കാട്ടുമല്ലിയില. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഇഷ്ടംപോലെ അവൈലബിളാണ്. ഇതിന് പ്രത്യേകിച്ച് പരിപാലനമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു ഇലയാണ്. ഇതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ മേൽവശത്ത് തന്നെ അതിൻ്റെ വിത്തുണ്ടാകുന്നത്, അതായത് തൈ ഉണ്ടാകുന്നത്. നമ്മൾ അത് കണ്ടോ, ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് മണ്ണിലോട്ടൊന്ന് താഴ്ത്തി വെച്ചാൽ മതി. വല്ലപ്പോഴും അധികം ഉണക്കമുള്ള സമയത്ത് ശകലം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് നന്നായിട്ട് പൊട്ടിക്കിളിച്ച് നമുക്ക് സഫീഷ്യൻ്റ് ഇല കിട്ടും ആവശ്യത്തിനുള്ളത്. അടുത്തതാ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള, അതായത് തുളസിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഇതിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ വെളിയിലൊക്കെ ഉള്ളത് നമ്മൾ വെറുതെ വാങ്ങിച്ച് തേക്കുന്ന സമയത്ത് ഇത് നല്ല സാധനമാണ് സോപ്പ് ഉണ്ടാക്കിയാൽ. ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട്. പലപ്പോഴും നമ്മൾ തന്നെയാണ് അതുങ്ങളെ ഇല്ലാതാക്കി കളയുന്നത്. മരുന്നടിച്ചും കിളച്ചും ഒക്കെ നമ്മൾ തന്നെയാണ് അതൊക്കെ നശിപ്പിച്ച് കളയുന്നത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഇതുപോലൊക്കെയുള്ള ഒറ്റമൂലികൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ നട്ടു വളർത്തണം. കാരണം ഒരത്യാവശ്യം വരുമ്പോൾ നമ്മൾ മെഡിസിൻ അന്വേഷിച്ച് ഓടേണ്ടി വരത്തില്ല. ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇതൊക്കെ നമുക്ക് ഉപകരിക്കും. ഈ കാണുന്നതാണ് ചണച്ചെടി. ചണം ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ചെടി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇല നല്ലതാണ്. വൈകിട്ട് ചായക്കൊക്കെ ഒരു കടി ഉണ്ടാക്കാൻ വറുത്തെടുത്താൽ മുളക് ബജി പോലെ ഇരിക്കും. ഇതിൻ്റെ മണ്ട നുള്ളി നമുക്കെടുത്ത് ബേസിനകത്തിട്ട് മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. .
പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ. എന്താണ് പറയുന്നത്, ഞൊട്ടക്കായ എന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇത് വലിയ വിപണിയിലൊക്കെ വലിയ ഡിമാൻഡുള്ള സാധനമാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ബെറി എന്നാണ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിവിടെ ഉണ്ട്. ഒരു കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചണത്തിൻ്റെ തൈകളാണ്. ഒരു ദിവസം ഞാനിതിൻ്റെ ബാജി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.